ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോട്ടയം കോഴിക്കോട് ജില്ലകളുടെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വിശദമായിട്ടുള്ള അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി 2 പാർട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ട് 3 ആണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. മൗഗി ജി ബെവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സേ യേക്കിമോവ്. ഈ 3 പേർക്കാണ് 2023 കെമിസ്ട്രിയുടെ നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉചിതമായത് ചേർത്തെഴുതുക. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകെ നെവരു. അത് എഴുതിയിരിക്കുന്നത് KR ടോണിയാണ്. അപ്പൊ 1 മാച്ച് ചെയ്യുന്നത് 3 ആയിട്ടാണ്. അടുത്തത്, ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. അത് എഴുതിയിരിക്കുന്നത് PP രാമചന്ദ്രനാണ്. അപ്പൊ 2 മാർക്ക് ചെയ്യുന്നത് 1 ആയിട്ടാണ്. നെക്സ്റ്റ്, മഴക്കാലമായി മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. അത് എഴുതിയത് അൻവർ അലിയാണ്. അപ്പോൾ 3 മാർക്ക് ചെയ്യുന്നത് 5 ആയിട്ടാണ്. നെക്സ്റ്റ്, സന്തോഷമായി ഗോപിയേട്ട സന്തോഷമായി, ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്. അത് എഴുതിയത് OP സുരേഷ് ആണ്. അപ്പോൾ 4 മാച്ച് ചെയ്യുന്നത് 2 ആയിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് മാച്ചിങ് വരുന്നത് ഓപ്ഷൻ D ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു. അത് ശരിയാണ്. ഈ ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് ആരംഭിച്ചത് വാഗ്ഭടാനന്ദ ഗുരു ആണ്. അപ്പൊ അദ്ദേഹമാണ് ഊരാളുങ്കൽ ഐക്യ നാണയ സംഘവും ആരംഭിച്ചത്. അപ്പൊ അത് ശരിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അല്ല, അത് തെറ്റാണ്. ആത്മവിദ്യാ സംഘം ഞാനിപ്പോ പറഞ്ഞതുപോലെ വാഗ്ഭടാനന്ദ ഗുരു ആണ് അത് സ്ഥാപിച്ചതും അതിൽ പ്രവർത്തിച്ചത് അദ്ദേഹമാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3, അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. അപ്പൊ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മുഖപത്രമാണ് അഭിനവ കേരളം. അപ്പൊ അതും ശരിയാണ്. ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. തെറ്റാണ്. കാരണം അദ്ദേഹം ജാതി വ്യവസ്ഥകളെയും വിഗ്രഹ ആരാധനയ്ക്കൊക്കെ എതിരെ പോരാട്ടം നയിച്ചിട്ടുള്ള ഒരു ആളായിരുന്നു. ആ ഒരു ലക്ഷ്യമാണ് ഈ ആത്മവിദ്യാസംഘത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഏതൊക്കെയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ ഇതില് കാസ്ലിങ്ങും അതുപോലെ സ്റ്റെയിൽമേറ്റുമാണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട് വരുന്ന പദങ്ങൾ. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്. 2ഉം 4ഉമാണ് ശരി. അപ്പൊ ഇതിൽ ബാക്കിയുള്ള 2 ലെഗ് ബൈ എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. അതുപോലെ പിഞ്ചിങ് എന്ന് പറയുന്നത് ബേസ്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം ആണ്. അപ്പൊ ചെസ്സുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? കാസ്ലിങ്ങും അതുപോലെ സ്റ്റെയിൽമേറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം എന്ന് പറയുന്നത് മുടിയേറ്റാണ്. ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. അടുത്തത്, കാലക്രമം അനുസരിച്ച് എഴുതുക. അപ്പൊ ഇതിന്റെ ശരിയായ കാലക്രമം താഴെ തന്നിട്ടുണ്ട്. രാജ്യസമാചാരം 1847 ജൂണിലാണ് വരുന്നത്. അത് ഏറ്റവും ആദ്യത്തേതാണ്. അതിനുശേഷം അതേ വർഷം തന്നെ പശ്ചിമോദയം വരുന്നു. അത് 1847 ഒക്ടോബറിലാണ് വരുന്നത്. പിന്നെ പശ്ചിമ താരക 1864, കേരളമിത്രം 1881. അപ്പൊ രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമ താരക, കേരളമിത്രം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കാലക്രമം. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. അത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ D ആണ്. അടുത്തത്, ചേരുംപടി ചേർക്കുക. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പരമോന്നതമായിട്ടുള്ള സിവിലിയൻ ബഹുമതികളാണ് ഇതിൽ ആദ്യത്തെ 3 തന്നിരിക്കുന്നത്. മറ്റേത് ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിൽപ്പെട്ട ഒന്നാണ് പത്മശ്രീ. അപ്പോൾ അത് 2022 നേടിയ ആളുകളാണ്
നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളശ്രീ ലഭിച്ചത് വൈക്കം വിജയലക്ഷ്മിക്കാണ്. കേരള പ്രഭ ലഭിച്ചത് ഓംചേരി NN പിള്ളയ്ക്കാണ്. കേരള ജ്യോതി MT വാസുദേവൻ നായർ. അതുപോലെ പത്മശ്രീ ലഭിച്ചത് ചെറുവയൽ രാമനാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വരുന്നത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതികളാണ് ഇതൊക്കെ. ഈ മൂന്നും ആദ്യത്തേത് മൂന്നെണ്ണം. അതിന്റെ കറക്റ്റ് ഓർഡർ പറയുകയാണെങ്കിൽ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരം എന്ന് പറയുന്നത് കേരള ജ്യോതിയാണ്. അത് ഒരാൾക്കാണ് നൽകുന്നത് വർഷത്തില്. പിന്നെ കേരള പ്രഭ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പുരസ്കാരം. അത് 3 വ്യക്തികൾക്കാണ് സാധാരണയായിട്ട് നൽകാറ്. പിന്നെ കേരളശ്രീ അത് മൂന്നാമത്തെ പരമോന്നത പുരസ്കാരമാണ് കേരളത്തിലെ. അത് 6 പേർക്കാണ് നൽകുന്നത്. അപ്പൊ 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് 3 പേരിൽ ഒരാളാണ് ഓംചേരി NN പിള്ള. പിന്നെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ച 6 പേരിൽ ഒരാളാണ് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയിട്ട് ഈ ഒരു ഫാക്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഇത് 2022 2023 ആളുകളുണ്ട്. അത് ആരൊക്കെയാണെന്നൊന്ന് നോക്കി പഠിച്ചു വെച്ചേക്കുക. ഇനി വരുന്ന എക്സാമിനായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാം. പിന്നെ പത്മശ്രീ എന്ന് പറയുന്നത് ചെറുവയൽ രാമന്. അദ്ദേഹം ഒരു കർഷകനാണ്. 2023 അദ്ദേഹം പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൈക്രോഫോൺ ആണ് ഇതിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത്. അപ്പോൾ ആൻസർ അതാണ്. അടുത്ത് PDF-ന്റെ പൂർണ്ണ രൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത്? അപ്പൊ ഇതിൽ ഓരോന്ന് വായിച്ചു നോക്കി. ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട്, അത് IT ആക്ട് പ്രകാരം പ്രശ്നമില്ല. ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത്, അതും പ്രശ്നമില്ല. കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നത്, അതും IT ആക്ട് പ്രകാരം തെറ്റല്ല. പക്ഷെ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ല. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സഫാരി ആണ് ഒരു വെബ് ബ്രൗസറിന് ഉദാഹരണം. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ജെമിനി എന്നാണ് ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം അറിയപ്പെടുന്നത്. അടുത്തത്, ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വോയൂറിസം എന്നാണ് പറയുന്നത് ഈ ഇത്തരം പ്രവർത്തികളെ. അതായത് ഒരു സ്ത്രീയുടെ നഗ്നചിത്രം പകർത്തി അത് പ്രചരിപ്പിക്കുന്ന ആ ഒരു കുറ്റകൃത്യത്തിനെ ടെക്നിക്കലി പറയുന്നത് വോയൂറിസം എന്നാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1 കോടി രൂപ വരെ, അല്ലെങ്കിൽ ആ ഒരു പൈസയുടെ ഉള്ളിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്കാണ് ജില്ലാ കമ്മീഷൻ, ഉപഭോക്തൃ ജില്ലാ കമ്മീഷന്റെ നിയമപരിധി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണെന്നാണ് ചോദിക്കുന്നത്. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് മാക്സിമം ലഭിക്കാവുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? അപ്പോൾ മൈനോറിറ്റി കമ്മീഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് ചെയർപേഴ്സണും ബാക്കി അംഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതില് ഈ മൊത്തം എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 5 പേര് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 5. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് ഈ ഒരു നിയമം. അത് ശരിയാണ്. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാകുന്നു, അത് ശരിയാണ്. അതായത് ഈ ഒരു നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരങ്ങൾ ഏതാണ്? ഓരോന്ന് നോക്കിയേ. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം.
എന്തായാലും കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ട ഒരു വിവരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപമോ ഒന്നും RTA ആക്ട് പ്രകാരം നമുക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അത് കിട്ടും. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ബാക്കി ഇനിയുള്ളത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ കവർ ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.